അപ്പോൾ റിപ്പോർട്ടുകളിലേക്ക് വിശദമായി കടക്കുകയാണ്. വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് മലപ്പുറം കൊണ്ടോട്ടിയിലെ മൂച്ചിക്കുണ്ട് കോളനി നിവാസികൾ. കുടിവെള്ളത്തിനായി പരാതി പറഞ്ഞ് മടുത്ത കോളനിയിലെ 300-ലധികം ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ബഹിഷ്കരിച്ചു. കാണാം മലപ്പുറം കൊണ്ടോട്ടിയിലെ മൂച്ചിക്കുണ്ട് കോളനിയിൽ നിന്നും ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളുള്ളത് മലപ്പുറം കൊണ്ടോട്ടി മൂച്ചിക്കുണ്ട് കോളനിയിലാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോളനിയിലെ മുഴുവൻ ആളുകളും വോട്ട് ബഹിഷ്കരിച്ചു എന്നുള്ളത് ഒരു വലിയ വാർത്തയായിരുന്നു. അപ്പം ഈ വോട്ട് ബഹിഷ്കരിക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു ബോർഡ് എന്ന് പറയുന്നത് കുടിവെള്ളം തരൂ, വോട്ട് തരാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വോട്ട് ബഹിഷ്കരിക്കാൻ മാത്രം കുടിവെള്ളക്ഷാമം ഇവിടെയുണ്ടോ? എത്ര നാളായിട്ടുള്ള ആവശ്യമാണ് ഇവരുടേത്? ഇതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ വിഷയങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുകയാണ് റൈഡ് ചെയ്തുകൊണ്ട്. നമ്മൾ കുറേ നേരമായി ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ടാകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരെ കാണണം, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം കുടിക്കാം, എന്നിട്ട് പോവാം. ഇത് മലമ്പ്രദേശമാണ്, അപ്പം അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനൊക്കെ ചെറിയ പരിമിതികളുണ്ട്. ചേച്ചി, കുറച്ച് വെള്ളം തരോ? എന്താണ് ഇവിടെ ഇപ്പൊ നിങ്ങള് വോട്ട് ബഹിഷ്കരിച്ചെന്നൊക്കെ കേട്ടല്ലോ, എന്താ പറ്റിയേ? ഞങ്ങൾക്ക് വെള്ളമില്ലാഞ്ഞിട്ട് തന്നെ, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ഇനി ഞങ്ങൾ എന്ന് വെള്ളം കിട്ടണോ അന്ന് ഞങ്ങൾ വോട്ട് ചെയ്യും. അന്നാണ് വോട്ട് ചെയ്യണത്? അന്നേ വോട്ട് ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് എന്ന് ഈ കോളനിക്ക് പൈപ്പ് വെള്ളം വരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം കിട്ടണ്ടോ അന്നേ വോട്ട് ചെയ്യുള്ളൂ. ഈ വെള്ളമൊക്കെ ഇപ്പൊ എവിടുന്നാ കൊണ്ടുവരണേ? ഈ വെള്ളം ഞങ്ങൾ കുറെ ദൂരത്തുനിന്ന് മുക്കി കൊണ്ടുവരുന്നതുണ്ട്, ഞങ്ങൾ പൈസക്ക് അടിക്കുന്നതുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ വരെ ഒന്ന് പോയാലോ? ഈ വെള്ളം കൊണ്ടുവരുന്നിടത്തൊന്ന് പോയാലോ? പോകാലോ. അപ്പോൾ നമ്മൾ ഈ ചേച്ചിമാർക്കൊപ്പം കഷ്ടപ്പെട്ട് നടന്ന് എത്തിയിട്ടുള്ളത് ഇവർ വെള്ളം ശേഖരിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പം വെള്ളം ശേഖരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്, കാരണം വെള്ളമൊക്കെ നിറയെ ഉണ്ടാവുമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുൻപ് കുഴിച്ചു കൊടുത്ത ഒരു പാറക്കുഴിയാണ്. ആ പാറക്കുഴയിൻ്റെ അടിയിൽ വളരെ കുറച്ച് വെള്ളമാണുള്ളത്. ആ വെള്ളമാണ് അതിൻ്റെ പുറകിൽ ഇവരെല്ലാവരും കൂടി നിന്നിട്ട് കോരിയെടുക്കുന്നത്. അത് കുടിക്കാനൊന്നും പറ്റില്ല, മറ്റ് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനേ പറ്റുകയുള്ളൂ. ഇപ്പം എത്ര കാലമായി ഇവിടെ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? ഇവിടെ വെള്ളം കിട്ടലേ ഇല്ല, കുറേ കാലമായി വെള്ളം ഉണ്ടാവില്ല. കുറേ കാലം എന്ന് പറഞ്ഞാൽ കുറേ കാലമായി. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തേ ഇവിടെ വെള്ളമില്ല. ഈ പ്രദേശത്തുള്ള എല്ലാവരും അപ്പം ഒട്ടുമിക്ക ആൾക്കാർ ഈ വെള്ളത്തിന് വേണ്ടി മാത്രം പണിക്കുവാൻ ആൾക്കാരുണ്ട്. അത് തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞങ്ങൾക്ക് പണിയെടുത്ത് വന്നാൽ ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി വീട്ടിൽ സാധനം കുറച്ചിട്ടെങ്കിലും ഞങ്ങൾക്ക് വെള്ളത്തിന് ആ പൈസ എടുത്ത് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളിവിടെ എല്ലാ ചിലവും കഴിയുന്നത്. ആദ്യം വരുന്നവർക്ക് കിട്ടും, പിന്നെ വരുന്നവർക്ക് കിട്ടൂല വെള്ളം. പിന്നെ കച്ചറായി, അങ്ങനെ വാക്കുതർക്കങ്ങൾ കൂടി ഓരോരുത്തരായിട്ട് പിന്നെ മിണ്ടാട്ടം ഇല്ലാണ്ടായി. ഓരോരുത്തർ വെള്ളത്തിന് വേണ്ടിയിട്ട് തന്നെ അതൊക്കെ ഉള്ളത്. അപ്പം ഇത്രയും
ദുരിതം അനുഭവിച്ചിട്ടൊക്കെയാണ് വെള്ളം കൊണ്ടുവരുന്നത്. അതെ. എന്താ മൊത്തത്തിലൊരു അവസ്ഥ എന്താ? മൊത്തത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ അരി സാധനം വാങ്ങുന്ന മാതിരി തന്നെ വെള്ളവും വാങ്ങിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോവുക. അപ്പം ഭയങ്കര വെയിലാണ്. ഈ വെയിലത്താണ് ഇവിടെ വരുന്ന ഒരു 100-300 കുടുംബം വെള്ളത്തിനായിട്ട് ഭയങ്കരമായിട്ട് പ്രയാസം അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു എന്നറിഞ്ഞിട്ട് കുറേ അധികം ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോടും കൂടിയും എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. കൊണ്ടോട്ടിയിൽ നിന്ന് വരെയാണ് നമ്മൾ ഇങ്ങോട്ട് വെള്ളമടിക്കുക. ഇപ്പം വെള്ളം കിട്ടാനില്ല. കൂടുതൽ ആൾക്കാരോടും കൂടി കുറച്ചും കൂടി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തോന്നുന്നു. ചേച്ചി, എന്താണ് ഇപ്പം ഇവിടെ നിങ്ങളെല്ലാവരും കൂടി കൂടിയിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? കൂടിയിരിക്കുന്നതിൻ്റെ കാര്യം ഞങ്ങൾക്ക് വെള്ളമില്ല, വെള്ളം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയ കോളനി എന്ന് പേര് കേട്ട നെടിയിരിപ്പ് പട്ടികജാതി കോളനിയാണ്. ആ കോളനിയുടെ പ്രത്യേക മലമ്പ്രദേശമാണ് ഈ ഏരിയ. ഈ ഏരിയ ഫുള്ള് പാറപ്രദേശമാണ്. അതിന് ആവരണം ചെയ്യുന്ന കുറച്ച് മണ്ണുകൾ മാത്രമേ മേൽമണ്ണ് കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഏരിയക്ക് കിണറെടുക്കാൻ കഴിയുന്നില്ല. 2 അടി 3 അടി 10 അടി മണ്ണ് മാറ്റുമ്പോഴേക്കും പാറ കാണുന്നതുകൊണ്ട് കിണറെടുക്കാൻ വലിയ പ്രയാസം വരുന്നുണ്ട്. 60 വർഷക്കാലമായി കുടിവെള്ളത്തിനായി കാത്തുകെട്ടി കിടക്കുന്നവരാണ് എനിക്കൊപ്പമുള്ളത്. സർക്കാർ പദ്ധതികൾ നിരവധി വന്നെങ്കിലും ഒന്നും തന്നെ ഫലം കണ്ടില്ല. ഏറ്റവും ഒടുവിൽ ഇവർ ബോട്ട് ബഹിഷ്കരണം വരെ നടത്തി. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊണ്ടോട്ടി.